മുസ്ലിങ്ങളുടെ ശല്യം കാരണം ഹിന്ദുക്കൾ കൂട്ടപലായനത്തിന് വിധേയരായ നാട് എന്ന് BJP നേതൃത്വം ആരോപിക്കുന്ന ഉത്തർപ്രദേശിലെ കൈരാന എന്ന ചെറുപട്ടണമാണ് ഇത്. അലഹബാദിൽ ചേർന്ന BJP ദേശീയ എക്സിക്യൂട്ടീവിൽ പോലും കൈരാന വിഷയം ചർച്ചയായി. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൈരാന വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ BJP തീരുമാനിച്ചുവെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇനി കൈരാന നിവാസികൾ പറയട്ടെ, ഇവിടുത്തെ ഹിന്ദു പലായനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. കൈരാന ഡൽഹിയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലെ ഷാംലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറു പട്ടണം. മുസ്ലിം ഭൂരിപക്ഷ മേഖല. കച്ചവടവും കന്നുകാലി വ്യാപാരവുമൊക്കെ പ്രധാന തൊഴിലാക്കിയവരുടെ നാട്. ഉത്തർപ്രദേശിലെ ഏതൊരു ഗ്രാമത്തെയും ചെറുപട്ടണത്തെയും പോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും സഹിച്ചും പങ്കുവച്ചും കഴിയുന്നവർ. എല്ലാത്തിനുമപ്പുറം ചിഷ്തി സൂഫി ചരിത്രത്തിലേക്ക് ഈടുവച്ച സംഗീത പാരമ്പര്യവും മുഗൾ ചരിത്രത്തിന്റെ ബാക്കിപത്രമായ നിർമ്മിതികളുമുള്ള രാജ്യത്തെ തന്നെ സവിശേഷ പൗരാണിക പ്രദേശം. अब तो यह है मालूम कि यहाँ शहर में अल्लाह शुक्र है बहुत ज़बरदस्त प्यार है, हिंदुओं में, मुसलमानों में, अड़ोसियों में, पड़ोसियों में सब प्यार है। यहाँ कोई ऐसी बात नहीं है, आज तक कोई भी तारीख ऐसी नहीं है जो हिंदू मुस्लिम झगड़ा हुआ हो। कि मैं सिर्फ इस सूफी इज़्म से जुड़ा हुआ हूँ और इसलिए मैं यहाँ रहता हूँ। और उर्स वगैरह में हम लोग हाज़िरी देने जाते हैं। ये पानीपत हुआ, दिल्ली हुआ, कली शरीफ हुआ, अजमेर शरीफ हुआ, इन जगहों पर जाते हैं। मेरी तकरीबन 80 साल की उम्र है और बचपन से अपने घर में ये होते हुआ देखा। ये तो तमाम इंसानों को उस मालिक का कुनबा जानते हैं लोग। और इनका
का इससे कुछ वो ताल्लुक नहीं होता, और सभी लोग इनको इसीलिए अपनाते हैं। हमारे मुस्लिम भाई भी, गैर मुस्लिम भी, आपस में कोई भी वो किसी तरह का कुछ वो नहीं होता। ചുരുക്കി പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ശാന്തവും സമാധാനപൂർണവുമാണ് കൈരാന. പക്ഷേ ഉള്ളിലെരിയുന്നത് ഭീതിയുടെ നെരിപ്പോടാണ്. ഒരു വർഗീയ കലാപത്തിന്റെ ഭീതിക്കനൽ. നാളുകൾ കുറച്ചേ ആയുള്ളൂ കൈരാനയിലെ ജനങ്ങൾ ഈ അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. കൈരാന എം പിയും BJP നേതാവുമായ ഹുക്കും സിംഗാണ് ഈ നാട്ടുകാരുടെ സ്വാസ്ഥ്യം കെടുത്തിയത്. 2 ആഴ്ച മുമ്പ് ചില കണക്കുകൾ നിരത്തി ഹുക്കും സിംഗ് ഇങ്ങനെ പറഞ്ഞു: മുസ്ലിം ഗുണ്ടകളുടെ അക്രമവും ഭീഷണിയും കാരണം കൈരാനയിൽ ഹിന്ദുവിൻ്റെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. 300-ലധികം കുടുംബങ്ങൾ അകാരണം കൊണ്ട് പലായനം ചെയ്തിരിക്കുന്നു. यहाँ क्या है, गुंडागर्दी है, होती क्या भाई? अब गुंडों का राज हो गया करण में, इतना खलेज बैठा है तो गुंडों का राज रहेगा। अब गुंडे सारे मुसलमान हैं, बोला भाई प्लान जो करे अब मजबूरी में कर रहे हैं। तो गला डूकर उठावेंगे, अन्य धप लगेगा, अन्य तो गोली लगेगी. ഹുക്കും സിംഗിന്റെ വാക്കുകളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ ചില മാധ്യമങ്ങൾ പ്രസ്താവന ഏറ്റുപിടിച്ചു. വലിയ വാർത്തയും ചർച്ചയുമാക്കി. പിന്നീട് അലഹബാദിൽ നടന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ കൈരാനയെക്കുറിച്ച് പറഞ്ഞതോടെ ഹുക്കും സിംഗിന്റെ ആരോപണത്തിന്റെ രാഷ്ട്രീയ മാനവും ലക്ഷ്യവും പ്രകടമാവുകയായിരുന്നു. ये इलेक्शन के लिए कर रहे हैं। 2017 का जो इलेक्शन है उसमें कोई मुद्दा नहीं है इनके पास। मस्जिद का मुद्दा इनका धराशायी हो गया है, और इससे पहले जो है इन्होंने पिछले साल 2 साल पहले झगड़ा करा के जो मुद्दा उठाया था, बहू बेटी सम्मान के लिए जो एक मुद्दा उठाया था, वो मुद्दा भी इनका खत्म हो गया है। अब इनसे कोई पूछने वाला हो कि भाई 2 साल से इनका बहू बेटी सम्मेलन जो इन्होंने जो है बचाने के लिए एक प्रोग्राम शुरू किया था, उसमें कहाँ है आज? अभी संगीत सोम जो है यहाँ जो है उसके लिए आएंगे, सिक्योरिटी के लिए और उस सब चीज़ के लिए। अभी वो अपने लोकल एरिया में देखेंगे उन्होंने क्या किया है। इनके पास सिर्फ मुद्दों के अलावा कुछ नहीं है। मसले को उछालते हैं, लोगों को वोट लेते हैं और बैठ जाते हैं सीट पे जाके। യഥാർത്ഥത്തിൽ എന്താണ് കൈരാനയിലെ യാഥാർത്ഥ്യം? വെളിപ്പാടകലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കെ മുസ്ലിങ്ങൾക്കെതിരായ വികാരം ഇളക്കിവിട്ട് ഹിന്ദു വോട്ട് തട്ടാനുള്ള BJPയുടെ ആയുധമാണോ ഈ നഗരം? അതല്ല, ഇന്നാട്ടിൽ ഹിന്ദുക്കൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? അടിസ്ഥാനപരമായ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൈരാനയിലെ മുസ്ലിം വീടുകളിലല്ല, ഹിന്ദു കുടിലുകളിലാണ് നമുക്ക് ലഭിക്കുക. കൈരാനയിൽ ആകെ 50ഓളം മുസ്ലിം മഹല്ലുകളുണ്ട്. ഓരോ ഗലികളിലുമായി 150ഓളം പള്ളികളും. ഈ വഴിത്താരകളിൽ തിങ്ങിത്താമസിക്കുന്നത് 5000-ലധികം കുടുംബങ്ങളാണ്. അതിൽ എല്ലാ ഗലികളിലുമായി ഏകദേശം 250ഓളം ഹിന്ദു കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് കൈരാനയുടെ മാത്രം പ്രത്യേകതയില്ല. ഉത്തർപ്രദേശ് അടക്കമുള്ള മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഒരേ മതസ്ഥരുടെയും ഒരേ ജാതിക്കാരുടെയും അനവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും കോളനികളും നമുക്ക് കാണാവുന്നതാണ്. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യം. അത്തരത്തിൽ ഒന്നു മാത്രമാണ് കൈരാന.
കൈരാനയിലെ ഗലിഗലിലേക്ക് നടന്നു കയറുമ്പോൾ ആദ്യം കണ്ടെത്താനാകുന്ന ഹിന്ദു വീട് താംവീർ എന്ന 80-കാരൻ്റേതാണ്. हाँ इसी तरह तो बिल्कुल हम तो एक है हमारा अकेला परिवार है यहाँ के पूरे एरिया में. हम तो बिल्कुल इफ्सर हैं, कोई दिक्कत नहीं है. और चले गए बहुत गए, यहाँ से पूरा मोहल्ला जा लिया. यहाँ से तो पूरा मोहल्ला जा लिया. वैसे तो कुछ पानीपत चले गए, कुछ इधर चले गए, कुछ कहीं चले गए. ये सारे नहीं गए क्या भाई, यहाँ सारा मोहल्ला हमारा नहीं था. यो सारा यहाँ 150 परिवार थे कम से कम. वो हमारा अकेला घर है यहाँ, तो सब जाले मकान बेच के हमें तो किसी बात की कोई दिक्कत नहीं. आज हम तो सब रल मिल कर हैं, सब बिरादरी के. यहाँ तो कहीं बिरादरी है इस महल्ले में, सब रल मिल कर हैं, हमें तो कोई दिक्कत नहीं. और जो हमारे गली में मकान थे बेच के वहाँ पानीपत रोड पे जा लिए. और इनकी शादी होती रही, परिवार बढ़ता रहा, जगह होती थी थोड़ी इनके पास, तो वहाँ यहाँ से बेच के वहाँ जगह ज़्यादा मिल गई, तो उन्होंने मकान वहाँ बना लिए. ഇത് സച്ചിൻ, കൈരാനയിലെ അനേകം കോളനികളിലെ മറ്റൊരു ഹിന്ദു കുടുംബാംഗം. അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് കൈരാന നിവാസിയാണ് ഇയാളും. हमारे पूर्वज यहाँ से काफ़ी पुराने हैं, मगर यहाँ का जो हाल है अभी, मतलब जो माहौल चल रहा है वो एक मतलब ख़ास गुंडागर्दी या कह लो बदमाशी असामाजिक तत्वों के द्वारा बिगड़ा हुआ है. मगर अगर इस माहौल को अगर एक ख़ास समुदाय या विशेष समुदाय के साथ जोड़ के चलोगे तो वो भी गलत है. ഏതൊരു നാട്ടിലുമുള്ളതുപോലെ ചില ക്രിമിനലുകൾ കൈരാനയിലുമുണ്ട്. അവരുടെ അക്രമങ്ങളൊന്നും പക്ഷേ വർഗീയാടിസ്ഥാനത്തിൽ ഉള്ളതല്ല. അതാണ് യാഥാർത്ഥ്യം. കൈരാനയിൽ ഒരു ഹിന്ദു കുടുംബത്തിനും വ്യക്തിക്കും ഇതുവരെ ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തീർത്ത് പറയാനാകില്ല. പക്ഷേ വർഗീയമായി ചേരിതിരിഞ്ഞുള്ള അക്രമത്തിന് ഇരയാകേണ്ടി വന്നിട്ടില്ല. അത് ഉറപ്പിച്ചു പറയാം. പിന്നെ ആർക്കാണ്, ഏത് ഹിന്ദു കുടുംബത്തിനാണ് മുസ്ലിം പീഡനം സഹിക്കേണ്ടി വന്നത്, ആ കാരണം കൊണ്ട് നാടുപേക്ഷിച്ച് പോകേണ്ടി വന്നത്? അതറിയണമെങ്കിൽ ഹുകും സിംഗ് MP പുറത്തുവിട്ട ഹിന്ദു കുടുംബ പലായന പട്ടിക പരിശോധിക്കണം. जिस तरीके से ये लिस्ट तैयार कराई गई थी, मुझे लगता है कि सांसद महोदय ने इस पर होमवर्क नहीं किया. ये बहुत अधूरी और बहुत गलत तरीके से लिस्ट तैयार की गई. इस लिस्ट में 10 साल से और 20 साल 25 साल तक के जो लोग पहले चले गए यहाँ से, बहुत लंबे समय जिनको हो गया अपने के ही कारणों की वजह से, वो लोगों के नाम इसमें अंकित हैं. हम लोगों ने घर घर जाकर जिस तरीके से बिसातियान के 30 नाम इसमें दिए गए हैं और सरावज्ञान के हैं, जैन समाज के और व्यापारी वर्ग के काफ़ी नाम हैं. ये मेरे ख्याल से हमें जितने भी लगे सारे झूठे नाम लगे. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി വോട്ട് പെട്ടിയിലാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ് ഹുകും സിംഗ് MP BJPക്ക് വേണ്ടി പുറത്തുവിട്ട പട്ടിക. ഇപ്പോഴും ഈ പ്രദേശത്ത് താമസിക്കുന്നവരും 20 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയവരും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തൊഴിലും തേടി നാടുവിട്ടവരും ഹുകും സിംഗ് പുറത്തുവിട്ട പട്ടികയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സംഭവം അന്വേഷിക്കാൻ കൈരാന നഗരസഭ നിയോഗിച്ച സമിതിയാണ് ഇക്കാര്യം കണ്ടെത്തിയത്. MP പുറത്തുവിട്ട പട്ടികയിൽ 4 പേർ 20 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. 13 പേർ ഇവിടെ തന്നെ താമസിക്കുന്നു. 68 പേർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി പ്രദേശം വിട്ടവരാണ്. ഈ വിവാദത്തെക്കുറിച്ച് തഹസിൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നടത്തിയ പരിശോധനയിലും പിന്നീട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലും പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഹുകും സിംഗിന്റെ പ്രസ്താവനയ്ക്ക് കൈരാനയെ സംബന്ധിച്ചിടത്തോളം ഒരടിസ്ഥാനവുമില്ല എന്ന്. यहाँ हिंदू मुस्लिम में इतना प्यार है, कोई भी अगर किसी हिंदू को तकलीफ़ होती है, किसी हिंदू को दुख होता है, किसी हिंदू के साथ कोई ज्यादती होती है, तो उसमें मुसलमान आगे बढ़कर रहते हैं. जब यहाँ 2 साल पहले अपराधियों ने मर्डर किए तो मुसलमानों ने 1 हफ्ते तक अपना पूरा बाज़ार बंद रखा और वो
हिंदुओं की आवाज़ को उठाने में शासन प्रशासन के खिलाफ हर लड़ाई लड़ने में साथ रहे, उनके हर दुख दर्द में साथ रहते हैं हिंदुओं के। हिंदू और मुस्लिम का यहाँ कोई भी सवाल नहीं है। മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിലും പശ്ചിമ ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും പൗരാണിക ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൈരാനയിലാണ് എന്നതാണ് മറ്റൊരു വാസ്തവം. നിത്യേനെ കൈരാനക്കാരും പരിസര നിവാസികളായ വിശ്വാസികളും ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നു. അവർ വരുന്നതും പോകുന്നതുമെല്ലാം മുസ്ലിം കോളനികൾ താണ്ടിയാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മദ്രസയ്ക്ക് ഇരുവശത്തും ക്ഷേത്രവും ഗോസംരക്ഷണശാലയുമാണ് എന്നതും ഇക്കാലമത്രയും അവ തീർത്തും സുരക്ഷിതമാണ് എന്നതും കൈരാനയുടെ മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണങ്ങൾ കൂടിയാണ്. मंदिर है जी, बहुत प्राचीन है, इसकी बड़ी महानता है। हमारे जो सनातन धर्म है, हिंदू धर्म से बड़ी आस्था है। अपना कार्यभार जो करते हैं शुरू में सबसे एकता से चलते हैं, एकता से चला आ रहा है। लेकिन कुछ लोग हैं ऐसे कि जो इस प्रकृति को बना देते हैं, इस चीज़ को उपजा देते हैं। एक मच्छी बल पूरे तालाब को गंदा कर देती है, ये भी तो आप लोगों ने सुना ही होगा। तो कुछ लोग हैं जो इन चीज़ों को करते हैं, सभी का नाम नहीं कहा जा सकता इसमें। कुछ लोग हैं जो इस चीज़ को करते हैं, बाकी ठीक है, होना भी चाहिए। वो चाहे हिंदू समाज के हों चाहे मोमनन समाज के हों, सुरक्षा तो सबके लिए होनी चाहिए भाई। कोई अगर बात होती है तो सुनवाई सबकी होनी चाहिए, एक तरफा नहीं होना चाहिए। यही हमारा कहना, और क्या है। बाकी ये है कि भाई सभी लोग अच्छा मिलजुल के रहें, बढ़िया रहें। മുസഫർ നഗറിനെ ഓർക്കുന്നില്ലേ നിങ്ങൾ? ഒരു രാത്രി നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും കലാപം കത്തിച്ച് ചാമ്പലാക്കിയ ഒരു പട്ടണം. ആ മുസഫർ നഗറിൽ നിന്ന് അല്പം ദൂരം മാത്രമേയുള്ളൂ ഈ കൈരാനയിലേക്ക്. യഥാർത്ഥത്തിൽ ഇന്ന് അന്ന് മുസഫർ നഗർ നേരിട്ട അതേ അവസ്ഥയിലൂടെയാണ് കൈരാന കടന്നു പോകുന്നത്. ഉത്തർപ്രദേശിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കലാപമായിരുന്നു 2013 ഓഗസ്റ്റിൽ മുസഫർ നഗറിൽ നടന്നത്. അറുപത്തിരണ്ടിലധികം പേർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരും സ്വത്തും വീടും കൃഷിയിടവുമൊക്കെ നഷ്ടപ്പെട്ടവരും അനേകം. കൈരാന പട്ടണത്തിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രമേ മുസഫർ നഗറിലേക്ക് ദൂരമുള്ളൂ. ആ മുസഫർ നഗറിന് സമാനമായ സാമൂഹിക സ്ഥിതിയും സാഹചര്യങ്ങളും മത സാമുദായിക സമവാക്യവും തന്നെയാണ് കൈരാനയിലുമുള്ളത്. നമ്മൾ കാണുന്ന ഒരു മുസഫർ നഗർ കലാപം പോലെയോ അല്ലെങ്കിൽ ബാബറി മസ്ജിദിനെ തകർച്ചയെ തുടർന്നുള്ള ഒരു കലാപം പോലെയോ അല്ലെങ്കിൽ ഭാഗൽപൂർ കലാപം പോലെയോ വൻകിട കലാപങ്ങൾ കൊണ്ട് മാത്രമല്ല വർഗീയ ധ്രുവീകരണം സാധ്യമാകുക. വർഗീയ ധ്രുവീകരണം സാധ്യമാകാൻ അതാത് പ്രദേശത്തെ പ്രാദേശിക സാഹചര്യങ്ങൾക്കൊത്ത് പ്രാദേശിക സെൻറ്റിമെൻറ്റ്സ് വികാരം ഉണർത്തിവിട്ടാലും മതി. അതിന് അത്തരം സാധ്യതകൾ യു പിയിൽ നിലനിൽക്കുന്നു. കാരണം പല
ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ പോലും, ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോലും ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് അതിൻ്റെ ഗ്രാസ് റൂട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് മുസഫർ നഗർ കലാപക്കേസിലെ പ്രതി കൂടിയായ ഹുക്കും സിംഗ് MP കൈരാന പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഇവിടെ ചേർത്തു വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉത്തർപ്രദേശ് എക്കാലവും വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ രണഭൂമിയായിരുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും തെരഞ്ഞെടുപ്പ് ചരിത്രവും പരിശോധിച്ചാൽ അത് മനസ്സിലാകും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തർപ്രദേശ് എന്നും ഒരു അഭിമാന ഘടകമായിരുന്നു. UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നാണ് വെപ്പ്. വികസനം പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് ചോദിക്കുക എന്നുള്ളതിനപ്പുറം ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും BJP സ്വീകരിച്ചിട്ടുള്ളത്. 92-ലെ ബാബറി മസ്ജിദ് തകർച്ചയിലേക്ക് നയിച്ച വാജ്പേയിയും അദ്വാനിയും അവിടെ വിഷയമാക്കിയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം വന്നിരിക്കുന്ന ഒരു കൈരാന സംഭവം. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അമിത്ഷായെ അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ വ്യാപകമായി ഉയർന്നു വന്നത്. മുസഫർ നഗറിലും ഷാംലിയിലും കലാപമുണ്ടായത്. അന്ന് സാമുദായിക ധ്രുവീകരണം സാധ്യമായതോടെ വൻ വിജയം നേടി മോദി സർക്കാർ അധികാരത്തിലെത്തി. തൊട്ടു പിന്നാലെ അമിത്ഷാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി. ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ തന്നെയാണ് ഉത്തർപ്രദേശ് പിടിക്കാനുള്ള ഈ നീക്കങ്ങൾക്ക് കൈരാനയെ കരുവാക്കി ചുക്കാൻ പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുതന്നെയാണ് കൈരാനയിലെ ജനങ്ങളെ അശാന്തരാക്കുന്നതും. सब आदमी बात करने वाले हिंदू मुस्लिम की बात करते हैं। अरे हमें तो यही नहीं पता किराने में लाने वाले लोगों को हिंदू क्या और मुस्लिम क्या। हमारा इतना आपस में प्रेम है कि जो भी कुछ घटना है, जैसा भी कुछ है, वो राजनीति करने वाले अपनी राजनीति को जाने। हमें तो एक बात पता, हमें अपनी सुरक्षा का आश्वासन चाहिए। हम व्यापारियों को अपने व्यवसाय से मतलब है, हमारी सुरक्षा हो, हमारा व्यवसाय ठीक चले। കൈരാനയുടെ സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ച് ആകുലതപ്പെടുന്നവരോട് ഈ നാട്ടുകാർക്ക് ഒരു അപേക്ഷ മാത്രമാണ് ഉള്ളത്. ദയവായി രാഷ്ട്രീയ നേട്ടത്തിനായി ഈ നാടിനെ ഒരു ചേരുവയാക്കി മാറ്റരുത്. ഇവിടെ വർഗീയ കലാപം സൃഷ്ടിക്കരുത്. ചെറിയ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ച് സ്വാസ്ഥ്യം കെടുത്തരുത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്.